ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്. ഞാൻ കണ്ട നേപ്പാൾ, ഞാൻ അനുഭവിച്ചറിഞ്ഞ നേപ്പാൾ, അതേപോലെ തന്നെ ഞാൻ എൻ്റെ യാത്രയിൽ പരിചയപ്പെട്ട ആൾക്കാർ, അവരുടെ അനുഭവങ്ങൾ, ഇതെല്ലാമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ 3 ദിവസത്തെ ട്രെയിൻ ജേണി എങ്ങനെയുണ്ടായിരുന്നു, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ട്രിവാൻഡ്രം ടു ഗോരഖ്പൂർ രപ്തിസാഗർ എക്സ്പ്രസ്സിലായിരുന്നു ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം 2 മാസം മുൻപേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിപ്പോയി. അതായത് ഞാൻ 2 മാസം മുൻപേ ട്രെയിൻ ഷെഡ്യൂളായ അതേ സമയത്ത് ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 8 മണിക്ക് എണീച്ചിട്ട് ബുക്ക് ചെയ്യാൻ ഒരു 5 മിനിറ്റ് ഡിലേ ആയപ്പോൾ തന്നെ ഫുള്ളായിപ്പോയി. അപ്പോൾ എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റായി. അപ്പോൾ ഞാൻ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതിന് ശേഷം നേരെ തൽക്കാലം എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. തൽക്കാലം എടുക്കാൻ വേണ്ടി പോകുന്നതിന് മുന്നേ സ്ലീപ്പർ ആണോ, തേർഡ് എ സി ആണോ, സെക്കൻഡ് എ സി എടുക്കണോ എന്ന് വെച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ യു പിയിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ടിൻ്റെ ചോദിച്ചപ്പോൾ നോർത്താണ്, ദയവ് ചെയ്ത് സെക്കൻഡ് എ സി തന്നെ മാക്സിമം എടുക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേർഡ് എ സി ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ അഡ്വഞ്ചർ ആണെങ്കിൽ സ്ലീപ്പർ എടുത്തോ, എന്തെങ്കിലും നല്ലൊരു 1.5 എക്സ്പീരിയൻസ് കിട്ടും എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും തേർഡ് എ സിയിൽ തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ തേർഡ് എ സിയിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം നോർത്തിൽ നിന്ന് ട്രെയിൻ സ്റ്റാർട്ടാവുന്നതിന് മുമ്പ് ഞാൻ ഒരു പ്രീ ചെക്ക് എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ എല്ലാത്തിനും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് ദിസ് ജേണി ഇങ്ങനെ തന്നെ ആയിരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കൊരു ചെറിയൊരു ആകാംക്ഷയും കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ പാർട്ടിലോട്ട് വരാം. അതിന് മുന്നേ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് മലയാളികൾ, കുറച്ച് ഹിന്ദിക്കാർ, അതേപോലെ തന്നെ കുറച്ച് തമിഴ്നാട്ടുകാർ, അങ്ങനെ എല്ലാവരും ചേർന്നൊരു മിക്സഡ് ആയിട്ടുള്ളൊരു ട്രെയിൻ ജേണി ആയിരുന്നു. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് സൈഡ് അപ്പറിലായിരുന്നു. അത് എടുക്കാനുണ്ടായിരുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സൈഡ് ലോവറിൽ എനിക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടി രാവിലെ വന്നിരിക്കാം, അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ വേണ്ടി സമാധാനത്തിൽ മേളിൽ കിടന്നുറങ്ങാം. ഇതായിരുന്നു എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ. ഇൻ കേസ് നല്ല ഒരു പെൺകുട്ടികൾ വരികയാണെങ്കിൽ നമുക്ക് താഴെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് നേപ്പാൾ വരെ അങ്ങനെ പോകാമല്ലോ എന്നുള്ള ചെറിയൊരു അതിമോഹവും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടായിരുന്നു ഞാൻ സൈഡ് അപ്പർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസത്തിൽ കുറച്ച് പേരുമായിട്ട് സംസാരിച്ചു. അവിടെ ഉണ്ടായിരുന്ന ബോഗിയിലെല്ലാം മാമമാരായിരുന്നു. അവരുമായിട്ട് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അതിലൊരു ഒരു തമിഴ് പുള്ളി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നേരെ തമിഴ്നാട്ടിൽ തിരിച്ചു പോവുകയാണ്. പുള്ളിക്കാരൻ ഇവിടെ ഒരു കൺസ്ട്രക്ടർ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് ഇങ്ങനെ പോവുകയാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയായി. പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ഏജിൽ ഇതേപോലെയൊക്കെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പോകാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഫാമിലിയും കാര്യങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഈ ഒരു ഏജ് കറക്റ്റാണ്, നിങ്ങൾ പോകുന്നത് വളരെ നല്ല കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പുതിയ എക്സ്പീരിയൻസ് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുറേ ഉപദേശവും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു 9 മണി 10 മണി ആ സമയത്തോടെ പുള്ളിക്കാരൻ ഇറങ്ങിയിട്ട് സേലത്ത് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തമിഴ്നാട് ബോർഡർ കഴിയാറായി. അപ്പോൾ ഞാൻ നേരെ കിടന്നുറങ്ങി. അപ്പോഴും എൻ്റെ സൈഡിൽ ഓവറിൽ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എൻ്റെ സൈഡിൽ ഓവറിൽ വരാൻ പോകുന്നത് എന്നൊക്കെ കരുതി ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെയായി. ഞാൻ നല്ല ഉറക്കമുണ്ടായിരുന്നു. രാവിലെ ഒരു 11:30-12 മണിയായി എണീച്ചപ്പോഴത്തേനും ട്രെയിനിൽ നിറയെ ബഹളവും കാര്യങ്ങളൊക്കെ. തേർഡ് എ സിയിൽ വളരെ അൺയൂഷ്വലായിട്ട് സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ. ഞാനൊന്ന് എണീച്ച് നോക്കിയപ്പോഴത്തേനും എല്ലാം ഹിന്ദിക്കാരായി. നോർത്ത് ഇന്ത്യനിൽ കടന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇന്നലെ രാത്രി വരെ മലയാളികൾ, തമിഴ്, കുറച്ച് ഹിന്ദിക്കാർ, ഇങ്ങനെയായിരുന്നു ട്രെയിൻ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ തമിഴ്നാട് കഴിഞ്ഞതോടുകൂടി കഥയെല്ലാം മാറി. ഫുള്ള് നോർത്ത് ഇന്ത്യൻസ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സീറ്റിലും കൂടുതൽ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും താഴെ ആരാണ് വന്നിട്ടുണ്ടെന്ന ആകാംക്ഷയോടെ ഞാൻ ചാടി ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഒരു പെൺകുട്ടി തന്നെയായിരുന്നു. പക്ഷേ പ്രായം കുറച്ച് കൂടിപ്പോയി. ഒരു 35-40 വയസ്സ് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയും, അവർക്ക് 2 മക്കളുണ്ട്. ആ 2 മക്കൾ, ഒന്ന് 8 വയസ്സും ഒന്ന് 7 വയസ്സുള്ള 2 മക്കളുമായിട്ടായിരുന്നു ജേണി. അപ്പോൾ ഞാനൊന്ന് നോക്കിയപ്പോഴത്തേനും എൻ്റെ സൈഡ് ലോവറിൽ അവരിങ്ങനെ 3 പേരും ഒരുമിച്ച് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ലോവർ എന്തായാലും പോയി കിട്ടി എന്ന് എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് ഫുൾ ടൈം അപ്പുറം തന്നെ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. കാരണം ബാക്കിയുള്ള എല്ലായിടത്തും ആൾക്കാർ ഫില്ലായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഹിന്ദിക്കാർ സൈഡിൽ ഫുള്ള് ഫില്ലായിരുന്നു. അതേപോലെ തന്നെ മുകളിലും ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് തേർഡ് എ സി ആണെന്ന് ഓർക്കണം. അപ്പോൾ എന്തായാലും രാവിലെ എണീച്ചല്ലേ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ചെന്ന് തുറന്നു. നല്ല രീതിയിൽ കണി കണ്ടു. അപ്പോൾ പിന്നെ മനസ്സിലായി നോർത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സഹിക്കണം എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിനെ ഞാനിങ്ങനെ പാകപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഹാൻഡ്സ് തിരികി അവിടെ എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. വലിയ ബാഗുകളിൽ ഹാൻഡ്സും പാൻ വിൽക്കുന്ന കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ചായയെക്കാട്ടി കൂടുതൽ ഹാൻഡ്സ് വിൽക്കുന്നവരായിരുന്നു
ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഒരു ട്രെയിനിൽ കയറിയിട്ട് ചായ വരുന്നതിനെക്കാട്ടി കൂടുതൽ ഹാൻഡ്സ് വിൽക്കുന്ന ആൾക്കാരെ കാണുന്നത്. രണ്ടാമത്തെ ദിവസത്തിൽ ഞാൻ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് സ്വിഗ്ഗി സൊമാറ്റോ വഴിയായിരുന്നു. രണ്ടാമത്തെ ദിവസത്തിൽ ഞാൻ പിന്നെ അധികം താഴെ ഇറങ്ങിയില്ല, മേളിലിരുന്ന് എൻ്റെ ഫോണിൽ നോക്കി ഓരോ ഗെയിമും കളിച്ച് അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ ബോഗി മുഴുവൻ ഹിന്ദിക്കാരായപ്പോഴും അവിടെ 2 പയ്യന്മാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, മലയാളം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു 18-19 വയസ്സ് തോന്നിപ്പിക്കുന്ന 2 പിള്ളേർ. അപ്പോൾ ഞാൻ അവരുടെ സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ കരുതിയത് UPയിലെ ഏതെങ്കിലും കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും, അതിൽ പോകാൻ വേണ്ടി ഇരിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ എനിക്ക് ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളും തോന്നിയുകൊണ്ട് മാക്സിമം അങ്ങ് ഉറങ്ങാം എന്നുള്ള മനോഭാവത്തിലായിരുന്നു ഞാൻ ഇരിപ്പുണ്ടായിരുന്നത്. രണ്ടാമത്തെ ദിവസം കുറച്ച് ബോർ തന്നെയായിരുന്നു, സംസാരിക്കാനായിട്ട് ആരുമില്ലായിരുന്നു, വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു, ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു, ചെറിയ രീതിയിൽ ബുക്ക് വായിച്ചു, ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ കുറേ പ്ലാൻ ചെയ്തു, അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ദിവസം ട്രെയിനിൽ അത്യാവശ്യം ബോറായിട്ടുള്ള ഒരു ദിവസം കഴിഞ്ഞ് കിട്ടി. മൂന്നാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എണീക്കുന്നത് 11:30-ക്കാണ്. 3:30-ക്ക് ഗോരഖ്പൂരിലെത്തും. ഞാൻ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഗോരഖ്പൂരിൽ ഇറങ്ങിയിട്ട് അവിടെ എവിടെയെങ്കിലുമുള്ള ലോക്കൽ ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്യാം എന്നുള്ള മനോഭാവത്തിലായിരുന്നു ഞാൻ ഇരിപ്പുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 12:30-1 മണിയായപ്പോഴത്തേനും എൻ്റെ പുറകിൽ നേരത്തെ ഇരുന്ന 2 പയ്യന്മാർ ഇങ്ങനെ പൊക്കാര, നേപ്പാൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സൗണ്ട് ഞാനിങ്ങനെ കേട്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീച്ചു. ഇവരും ഇനി അങ്ങോട്ടാണോ നേപ്പാളിലാണോ എന്നുള്ള രീതിയിൽ ഞാൻ താഴെ ഇറങ്ങിയിട്ട് അവിടെ ചെന്ന് ഞാൻ അവരോട് സംസാരിച്ചു. ബ്രോ മലയാളിയാണോ, എവിടെ നിന്നാണ്, എന്താണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരും ABC ട്രക്കിങ്ങിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരായിരുന്നു. അവർ 17-18 വയസ്സുള്ള പിള്ളേർ, +2 കഴിഞ്ഞിട്ട് നേരെ പോകുന്ന പിള്ളേരാണ്. അവർ 10 പേരായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് 2 പേരായിട്ട് ഒതുങ്ങിപ്പോയി. അപ്പോൾ അവരുടെ വിഷമവും കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവരുടെ പ്ലാൻ എങ്ങനെയാണ്, അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ ഉള്ള കാര്യങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. അവർക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോകൾ വെച്ചിട്ടാണ് അവർ ഇങ്ങോട്ട് ABC ട്രക്കിങ്ങിനോട്ട് ഇറങ്ങിയത്. 10 പേരായിരുന്നു, ഇപ്പോൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ അവരിങ്ങനെ ഗ്യാസും ഫുഡും കാര്യങ്ങളും എല്ലാം ക്യാരി ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല മിടുക്ക് പിള്ളേരായിരുന്നു. അവരുടെ ഞാൻ കുറേ നേരം സംസാരിച്ചു. അവർ ആദ്യമായിട്ടാണ് കേരളത്തിന് പുറത്ത് തന്നെ പോകുന്നത്. അതിൻ്റെ ചെറിയൊരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് പോവാം. എനിക്ക് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് കുറേ അടുത്ത് പോയി ശീലമുണ്ട്, കുഴപ്പമില്ല, എനിക്ക് ഹിന്ദി അത്യാവശ്യം അറിയാം, സംസാരിച്ച് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പോവാം എന്നുള്ള രീതിയിൽ ഞാൻ അവരെ കൂടെ. അപ്പോൾ അവരെയും കൊണ്ട് ഒരുമിച്ച് നമുക്ക് ബോർഡർ പാസ് ചെയ്യാം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവർ ഹാപ്പിയായി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വലിയ സന്തോഷത്തോടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള വിശേഷവും കാര്യങ്ങളും എല്ലാം പാർട്ട് 2 ഞാൻ പറഞ്ഞുതരാം.